മറ്റു രാജ്യങ്ങളിൽ ചെന്ന് അവിടെയുള്ള ഭരണാധികാരികളെ പിടികൂടുകയും ആ രാജ്യത്തിൻ്റെ ഭരണം മുഴുവനും തങ്ങളുടെ കൈകളിലേക്കാക്കാമെന്നുള്ള ആ വ്യാമോഹത്തിൽ ഇറാനെ ആക്രമിച്ചതായിരുന്നു നെതന്യാഹുവും ട്രംപുമൊക്കെ. പക്ഷെ കളി വേറെ തരത്തിലായി മാറി. തങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. ഇറാനിലെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ ഇറാനിലെ ഭരണം തങ്ങളുടെ കൈകളിലേക്കാക്കാമെന്നായിരുന്നു നെതന്യാഹുവും ട്രംപുമൊക്കെ വിചാരിച്ചു വെച്ചത്. പക്ഷേ കാര്യങ്ങൾ അത്ര നിസ്സാരമായിരുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി വലിയ തിരിച്ചടികൾ നെതന്യാഹുവിനും ട്രംപിനും ഏറ്റുവാങ്ങേണ്ടി വന്നു. കാരണം കളിച്ചത് അതത്ര നിസ്സാരക്കാരോടല്ല, ഇറാൻ എന്ന് പറയുന്ന ആ ശക്തരായ രാജ്യത്തോടാണ്. ഇറാനിൽ നിന്നും തൊടുത്തുവിടുന്ന ഓരോ മിസൈലുകൾ തൊട്ടടുത്തുള്ള ഇറാഖിലെയും സിറിയയിലെയും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ആ മിസൈലുകൾ ഇസ്രായേലിൽ വന്ന് പതിക്കുമ്പോൾ തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവരുടെ മിസൈലിൻ്റെ ശക്തി, അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പവർ എന്താണ് എന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞതാണ്. എന്നാൽ അതൊന്നുമല്ല, അതിനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ളവരാണ് എന്ന് ഇറാൻ ലോകത്തോട് തെളിയിക്കുകയാണ്. ഓരോ ദിവസം കടന്നു പോകുന്തോറും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പവർ എന്താണ് എന്നുള്ളത് ലോകം അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുകയാണ്. ഇത്രയധികം ശക്തിയുള്ളവരായിരുന്നോ ഇറാൻ എന്ന് ലോകം ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം, 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറാൻ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള അതീവ സുരക്ഷാ മേഖലകളായിട്ടുള്ള അറാദിലും ഡിമോണയിലും മിസൈൽ ആക്രമണം നടത്തിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആക്രമണം ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇസ്രായേലിലെ ഭരണകൂടങ്ങളെയെല്ലാം ഒന്നാകെ വിറപ്പിച്ചിരിക്കുകയാണ്. കാരണം അവർ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല ഇറാൻ്റെ മിസൈലുകൾ ഈ സ്ഥലങ്ങളിൽ, അതും ഇസ്രായേലിലെ അതീവ തന്ത്രപ്രധാനമായിട്ടുള്ള അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഈ സ്ഥലങ്ങളിൽ വന്ന് പതിക്കുമെന്നുള്ള കാര്യം. അറാദിലേക്ക് ഇറാൻ നടത്തിയ ഒരു ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള വ്യാപകമായ നാശനഷ്ടം സംഭവിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ഒരുപാട് ആളുകളുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു പോലും ആക്രമണം നടന്ന ആ ഒരു രാത്രിയെ വളരെ ദുഷ്കരമായ രാത്രി എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. നെതന്യാഹു പോലും അത് പറയുന്നുണ്ട് എങ്കിൽ എത്രത്തോളം വലിയ രീതിയിലുള്ള അറ്റാക്ക് ഇറാൻ നടത്തിയെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഡിമോണയിലെ ആക്രമണമാണ്. ഡിമോണ എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. ഇസ്രായേലിൻ്റെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രമായ നേഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഈ ഡിമോണയിലാണ്. ആ ഡിമോണയിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. ഒരുപാട് ആളുകളുടെ നില അതീവ ഗുരുതരമാണ്. നോക്കൂ, ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇസ്രായേലിലെ ഡിമോണ എന്ന് പറയുന്ന ഈ തന്ത്രപ്രധാനമായ അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഈ സ്ഥലങ്ങളിൽ ഇറാൻ്റെ മിസൈൽ വന്ന് പതിക്കുന്നത്. നോക്കൂ, ഇത്രയും കാലം ഇസ്രായേൽ വീമ്പിളക്കിയിരുന്ന തങ്ങളുടെ കൈവശമുള്ള ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം എന്ന് ലോകത്തോട് വീമ്പിളക്കിയിരുന്ന ആ അയൺ ഡോമൊക്കെ അയൺ സോമനായി മാറുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. അതായത് അയൺ ഡോമിനെയൊക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഓരോ മിസൈലുകൾ ഈ ഇസ്രായേലിൻ്റെ ഈ മേഖലകളിലേക്ക് വന്ന് പതിക്കുകയാണ്. സത്യത്തിൽ ഇസ്രായേലിലുള്ള ഈ അയൺ ഡോമിൻ്റെ ഈ കൺട്രോൾ മുഴുവനും യഥാർത്ഥത്തിൽ അത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പക്കലല്ല, നേരെ മറിച്ച് ഇറാൻ്റെ പക്കലാണെന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. ഇത് പറയാൻ കാരണം 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഈ അയൺ ഡോമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രഹസ്യ വിവരങ്ങൾ ഇറാന് ഒരു ഇസ്രായേലി പൗരൻ ചോർത്തിക്കൊടുത്തു എന്നുള്ള വാർത്തയായിരുന്നു അത്. റാസ് കോഹൻ എന്ന് പറയുന്ന 26-കാരനായ ഇസ്രായേലി റിസർവ് സൈനികനാണ് ഈ രഹസ്യ വിവരങ്ങൾ ഇറാന് ചോർത്തിക്കൊടുത്തത്. അതും $1000 വേണ്ടിയിട്ടായിരുന്നു ഈ പണി അവൻ നടത്തിയത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവനെ പിന്നീട് ഇസ്രായേലിലെ ഉദ്യോഗസ്ഥർ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ വ്യോമസേന താവളങ്ങളുടെ ലൊക്കേഷൻ മാപ്പുകൾ, മിസൈലുകൾ വിക്ഷേപിക്കുന്ന രീതി, റീലോഡിംഗ് അൽഗോരിതം, അയൺ ഡോം മിസൈൽ ബാറ്ററികളുടെ കൃത്യമായ ലൊക്കേഷനുകൾ, ഇത്തരത്തിൽ അയൺ ഡോമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ രഹസ്യ വിവരങ്ങളും ഇറാനിന് ചോർത്തിക്കൊടുത്തു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തീരാ തലവേദനയാണ്. കാരണം ഇനി ഇറാൻ തൊടുത്തുവിടുന്ന ഓരോ മിസൈലുകളും അത് ഇസ്രായേലിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വന്ന് പതിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത്തരത്തിൽ നെതന്യാഹുവും ആ നെതന്യാഹുവിന് കൂട്ടുനിൽക്കുന്ന ഡൊണാൾഡ് ട്രംപുമൊക്കെ എന്തു ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ഇറാനെ ആക്രമിക്കേണ്ടതില്ലായിരുന്നു എന്ന് പോലും ഒരുപക്ഷെ നെതന്യാഹുവും ട്രംപും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. നോക്കൂ, അതോടൊപ്പം തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡീഗോ ഗാർഷിയ എന്ന് പറയുന്ന UK-US സൈനിക താവളത്തിലേക്ക് ഇറാൻ നടത്തിയ ആ ഒരു മിസൈൽ ആക്രമണം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കയും ഇസ്രായേലിനെയും മാത്രമല്ല ലോകത്തെ മുഴുവനും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, 4000 കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇറാനിൽ നിന്നും ആ മിസൈൽ
ഈ പറയപ്പെടുന്ന ഈ താവളത്തിലേക്ക് എത്തിയത്. നമുക്ക് ഇത്രയും കാലം ലോകരാജ്യങ്ങൾ വിചാരിച്ചിരുന്നത് ഇറാൻ്റെ പക്കൽ കൂടിപ്പോയാൽ മാക്സിമം 2000 കിലോമീറ്ററുകൾ മാത്രം ദൂരം സഞ്ചരിക്കുന്ന മിസൈലുകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ ഒരു സംഭവത്തോടു കൂടി ഇത്രയധികം ദീർഘദൂരം സഞ്ചരിക്കുന്ന, അതായത് 4000 കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന മിസൈലുകൾ ഇറാൻ്റെ കൈവശമുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് ലോകം മനസ്സിലാക്കുന്നത്. ഇത് ലോകരാജ്യങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ച് അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയാണ്. നമുക്ക് 2 ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശിയായ സുരേഷ് സുന്ദരേശൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അയാൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇസ്രായേലിൽ താമസിച്ചു വരികയാണ്. ആ മനുഷ്യൻ മരണപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇസ്രായേലിൽ മലയാളി മരിച്ചു. തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശി സുരേഷ് സുന്ദരേശനാണ് മരിച്ചത്. മരണകാരണം വ്യക്തമല്ല. കഴിഞ്ഞ 17-നാണ് അവസാനമായി സുരേഷ് ബന്ധുക്കളുമായി ഫോണിൽ സംസാരിച്ചത്. ഇസ്രായേലിലെ മലയാളി കൂട്ടായ്മയാണ് സുരേഷിന്റെ മരണവിവരം അറിയിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇസ്രായേലിലെ മലയാളി കൂട്ടായ്മയാണ് ഇവർക്ക് വിവരം നൽകിയത്. അതായത് കല്ലമ്പലം സ്വദേശിയായിട്ടുള്ള ഈ സുരേഷ് 1 വർഷം മുൻപാണ് ഇസ്രായേലിൽ ജോലിക്ക് പോയത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇസ്രായേലിലെ ടെൽ-അവീവിൽ നിർമ്മാണ മേഖലയിൽ, അതായത് കൺസ്ട്രക്ഷൻ സെക്ടറിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം. മാർച്ച് 17-നാണ് അവസാനമായി സുരേഷ് വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നത്. താൻ താമസിക്കുന്ന അടുത്ത് വലിയ രീതിയിലുള്ള ബോംബാക്രമണം നടക്കുന്നുണ്ട് എന്നും താൻ പച്ചക്കറി വാങ്ങിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ ഒരു ഫോൺ സംഭാഷണമായിരുന്നു അത്. എന്നാൽ അതിനുശേഷം സുരേഷിനെ കുറിച്ച് യാതൊരുവിധ വിവരവുമില്ല. പിന്നീട് ഇസ്രായേലിലുള്ള കുറച്ച് മലയാളികളാണ് ഇദ്ദേഹം മരണപ്പെട്ട വാർത്ത ബന്ധുക്കളെ അറിയിക്കുന്നത്. എന്നാൽ ഈ സഹോദരൻ മരണപ്പെട്ടത് ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസ്വാഭാവിക മരണമാണോ, അങ്ങനെയുള്ള ഒരു കാര്യവും ഇതുവരെയും വ്യക്തമായി ആരും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇനി അഥവാ ഇറാൻ്റെ ആക്രമണത്തിലായിരുന്നാൽ പോലും ഒരുപക്ഷെ അവിടെയുള്ള ഭരണകൂടങ്ങൾ അത് പുറം ലോകം അറിയിക്കാതെ മൂടിവെക്കാൻ സാധ്യതയേറെയാണ്. നോക്കൂ, ഇസ്രായേലിൽ അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അവിടെ ഉണ്ടാകുന്ന വ്യാപകമായ നഷ്ടങ്ങൾ അത് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അത് നെതന്യാഹുവിനെ സംബന്ധിച്ച്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച് അത് വലിയ നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ അവിടെയുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ അവിടെയുള്ള ഭരണകൂടം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഇസ്രായേലിൽ ഒരു കുഴപ്പവുമില്ല, ഒരു പ്രശ്നവുമില്ല, ഞങ്ങളെല്ലാവരും ഇവിടെ സേഫാണെന്ന് തള്ളിമറിക്കുന്ന ചില ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ആ പറയപ്പെടുന്നവന്മാർ അത്രയും നേരം ഇറാൻ്റെ മിസൈൽ ആക്രമണത്തെ ഭയന്നുകൊണ്ട് ബങ്കറിനുള്ളിൽ ഒളിച്ചിരുന്ന് പിന്നീട് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഈ വായ്ത്താളം അടിക്കുന്നത് എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കണം. നമുക്ക് ഓരോ മനുഷ്യജീവനുകളും വിലപ്പെട്ടതാണ്. അതിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ അങ്ങനെ ഒന്നും തന്നെയില്ല. എല്ലാവരും വീട്ടിലെ കടങ്ങളും പ്രയാസങ്ങളും മാറാൻ വേണ്ടി, തങ്ങളുടെ കുടുംബത്തിനെയും മക്കളെയും ഒക്കെ പോറ്റാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രവാസ ലോകത്തേക്ക് യാത്ര തിരിച്ചവരാണ്. അതുകൊണ്ട് ഇവിടെ കടന്ന് കുറേ എണ്ണം യുദ്ധം ആഗ്രഹിക്കുന്നുണ്ട്. യുദ്ധം എന്നുള്ളത് ഒന്നിനുമുള്ളൊരു പരിഹാരമല്ല. നേരെ മറിച്ച് ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒന്നാണ് യുദ്ധമെന്ന് പറയുന്നത്.